ഹലോ ഡിയർ സ്റ്റുഡൻസ്. നമ്മുടെ സെക്കൻഡ് സെമിസ്റ്ററിലെ മൊഡ്യൂൾ 1 ഗ്രാഫ്സിൻ്റെ തേർഡ് ക്ലാസ്സാണ്. ഓൾറെഡി നമ്മളിപ്പോൾ 2 ക്ലാസ് കഴിഞ്ഞു, ഒരു അസൈൻമെൻ്റ് ഒക്കെ കഴിഞ്ഞു. ദെൻ നമ്മുടെ തേർഡ് ക്ലാസ്സിലേക്ക് മൂവ് ചെയ്യുവാണ്. ദ ഫസ്റ്റ് ടോപ്പിക് ഈസ് അബൌട്ട് adjacency. Two vertices u and v in an undirected graph G are called adjacent or neighbors in G if u and v are endpoints of an edge E of G. Such an edge E is called incident with the vertices u and v, and E is to connect u and v. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ രണ്ട് വെർട്ടക്സുകൾ യുവും വിയും ഉണ്ട്. അവർ ആഡ്ജസൻ്റ് ആണ് എന്ന് പറയുന്നത് അവർക്കിടയ്ക്ക് ഒരു എഡ്ജ് വരുമ്പോഴാണ്. യുവും വിയും ആഡ്ജസൻ്റ് ആണ് അല്ലെങ്കിൽ നെയ്ബേഴ്സ് ആണ് എന്ന് പറയണമെങ്കിൽ അവർക്കിടയിൽ ഒരു എഡ്ജ് ഉണ്ടാകണം. അതുപോലെ തന്നെ രണ്ട് വെർട്ടക്സുകളിൽ നമുക്ക് ഈ എന്നൊരു എഡ്ജ് എടുക്കുവാണ്. ഈ ഈസ് ഇൻസിഡൻറ്റ് വിത്ത്, ഈ എന്ന എഡ്ജ് ഇൻസിഡൻറ്റ് വിത്ത് ദ വെർട്ടീസസ് യു ആൻഡ് വി. ഈയുടെ എൻഡ് വെർട്ടക്സുകളാണ് യുവും വി എങ്കിൽ ഈ ഇൻസിഡൻറ്റ് വിത്ത് യു ആൻഡ് വി എന്ന് പറയും. അതുപോലെ ഈ സെറ്റ് ടു ബി കണക്ട് യു ആൻഡ് വി, യുവിനെയും വിനെയും ഈ എന്ന എഡ്ജ് കണക്ട് ചെയ്യുന്നു എന്നും നമ്മൾ പറയും. ദെൻ ദ നെക്സ്റ്റ് വൺ, ദ സെറ്റ് ഓഫ് ഓൾ നെയ്ബേഴ്സ് ഓഫ് എ വെർട്ടെക്സ് വി ഓഫ് ജി. ജി എന്താ നമ്മുടെ ഗ്രാഫാണ്, രണ്ട് സെറ്റാണ് വിയും വിയും ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നെയ്ബേഴ്സ്, വി എന്ന സെറ്റിലെ നെയ്ബേഴ്സിനെ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് നെയ്ബേഴ്സ് എന്നുള്ളത് എന്താണെന്ന് നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തു. ഇനി ഒരു സെറ്റ് ഉണ്ട്, അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? എൻ ഓഫ് വി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈസ് കോൾഡ് നെയ്ബർഹുഡ് ഓഫ് വി. വി എന്ന വെർട്ടെക്സിൻ്റെ നെയ്ബർഹുഡിനെ കണ്ടുപിടിക്കാൻ പോവാണ്. അതിനാണ് നമ്മൾ എൻ ഓഫ് വി എന്ന് എഴുതുന്നത്. ഇഫ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് വി, വി ഡിനോട്ട് n of a is a set of all vertices in G that are adjacent to at least one vertex in A. n of A is equal to union V element of A, n of V. ഇപ്പം n of V എന്നുള്ള കൺസെപ്റ്റ്, നെയ്ബർഹുഡ് ഓഫ് വെർട്ടെക്സ് വി എന്ന് പറഞ്ഞാൽ വിയുമായിട്ട് ആഡ്ജസൻസി, അത് വി എന്ന് പറയുന്നത് എൻഡ് വെർട്ടെക്സ് ആയിട്ട് വരുന്ന എഡ്ജുകളുടെ എന്തായിരുന്നേ നെക്സ്റ്റ് സൈഡ് ആഡ്ജസൻ്റ് ആയിട്ട് വരുന്ന വെർട്ടെക്സുകളാണ്. അപ്പോൾ വി എന്നുള്ള വെർട്ടെക്സുമായിട്ട് ആഡ്ജസൻസി കീപ്പ് ചെയ്യുന്ന മറ്റ് വെർട്ടെക്സുകളായിരിക്കും എൻ ഓഫ് വിയിൽ വരുന്നത്. ഇനി എൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ എ ഒരു സബ്സെറ്റാണ്. എന്തിൻ്റെ? നമ്മുടെ വെർട്ടെക്സ് സെറ്റിൻ്റെ സബ്സെറ്റാണ് എ എന്ന് പറഞ്ഞത്. ആ എയ്ക്കകത്തും കുറേ വെർട്ടെക്സുകളുണ്ട്. എ എന്നോ ബി എന്നോ സി എന്നോ അല്ലെങ്കിൽ യു എന്നോ വി എന്നൊക്കെ ഉള്ള രണ്ട് വെർട്ടെക്സുകളുണ്ട്. ആ വെർട്ടെക്സുകളായിട്ട് ആഡ്ജസൻസി വരുന്ന മറ്റ് വെർട്ടെക്സുകളാണ് എവിടെ വരുന്നത്? എൻ ഓഫ് എയിൽ വരുന്നത്. അതാണ് യൂണിയൻ ഓഫ് വി എലമെൻ്റ് ഓഫ് എ എന്ന സെറ്റിനകത്ത് ഏതൊക്കെ വെർട്ടെക്സുകളുണ്ടോ അതിൻ്റെയൊക്കെ നെയ്ബർഹുഡ് സെറ്റിൻ്റെ യൂണിയൻ ആണ് എന്ത്? എൻ ഓഫ് എ വരുന്നത്. ദ ഡിഗ്രി ഓഫ് എ വെർട്ടെക്സ് നോക്കണം, നമുക്കത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദ ഡിഗ്രി ഓഫ് എ വെർട്ടെക്സ് ഇൻ ആൻ അൺഡയറക്റ്റഡ് ഗ്രാഫ് ഈസ് ദ നമ്പർ ഓഫ് എഡ്ജസ് ഇൻസിഡൻറ്റ് വിത്ത് ദ നമ്പർ ഓഫ് എഡ്ജസ് ഇൻസിഡൻറ്റ് വിത്ത് ഇറ്റ്. ഒരു വെർട്ടെക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് ആ വെർട്ടെക്സുമായിട്ട് എത്ര വെർട്ടെക്സുകൾ ആഡ്ജസൻസി കീപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര എഡ്ജസ് നമുക്ക് അവിടെ അതുമായിട്ട് ഇൻസിഡൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്, അതാണ് നമുക്ക് ഡിഗ്രി ഓഫ് വെർട്ടെക്സ് എന്ന് പറയുന്നത്. എക്സെപ്റ്റ് ദാറ്റ് എ ലൂപ്പ് അറ്റ് എ വെർട്ടെക്സ് കോൺട്രിബ്യൂട്ട്സ് ട്വൈസ് ദ ഡിഗ്രി ഓഫ് ദാറ്റ് വെർട്ടെക്സ്. ലൂപ്പ് എടുക്കുമ്പോൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിഗ്രി ട്വൈസ് ആയിട്ടായിരിക്കും കൗണ്ട് ചെയ്യുന്നത്. അതുപോലെ വി ഒരു വെർട്ടെക്സ് ആണെങ്കിൽ അതിന് ഡിഗ്രീനെ നമ്മൾ ഡിഗ്രി ഡിനോട്ട് ചെയ്യുന്നത് ഡി ജി ഓഫ് വി എന്ന് ആയിരിക്കും. സോ നമുക്ക് ജസ്റ്റ് ചെറിയൊരു പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ. സോ അതായിരിക്കില്ല നമുക്ക് കുറച്ചുകൂടി ഈസി, നമുക്കൊന്ന് കുറച്ചുകൂടി മനസ്സിലാകാൻ എപ്പോഴും നമുക്ക് എന്തായാലും ഒരു എക്സാമ്പിളും കൂടെ ചെയ്ത് നോക്കുന്നതാണ്. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യാം, ഒരു ഗ്രാഫ് ഇവിടെ നമുക്ക് അങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ, ഗ്രാഫ് വരയ്ക്കുന്നതൊക്കെ കാണാമല്ലോ. ഐ തിങ്ക്
കാണാൻ പറ്റുന്നുണ്ട് എന്നാണ്. എ, ദിസ് വെർട്ടെക്സ് ബി, സി, ഡി, ഇ, എഫ് ആൻഡ് ജി. ഇതാണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. വെർട്ടെക്സ് എയുടെ നെയ്ബേഴ്സിനെ കണ്ടുപിടിക്കാം. അതായത് എൻ ഓഫ് വെർട്ടെക്സ് എ. ആദ്യം ജസ്റ്റ് എന്താണ് നെയ്ബർഹുഡ് കണ്ടുപിടിക്കുന്നത് പറയാൻ വേണ്ടിയാണേ. അപ്പോൾ നോക്കിക്കേ, എയുമായിട്ട് ആഡ്ജസൻ്റ് ആരൊക്കെ വരുന്നുണ്ട്? എയുമായിട്ട് വരുന്ന ഒന്ന് ബി. എക്കും ബിക്കും ഇടയ്ക്ക് ഒരു എഡ്ജ് ഉണ്ട്. അതുപോലെ എക്കും എഫിനും ഇടയ്ക്കും ഒരു എഡ്ജ് ഉണ്ട്. സോ എൻ ഓഫ് എ എന്ന് പറഞ്ഞ സെറ്റിനകത്ത് വരാൻ പോകുന്ന ആരൊക്കെയാണ്? ബിയും എഫും ആണ് എയോട് അഡ്ജസൻസി കീപ്പ് ചെയ്യുന്ന മറ്റ് വെർട്ടെക്സുകൾ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി. നമുക്ക് ഇതുപോലെ തന്നെ എല്ലാ വെർട്ടെക്സിൻ്റെയും കണ്ടുപിടിക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ എ എന്ന് പറഞ്ഞ ഒരു സെറ്റായിട്ട് എയും ബി എന്നുള്ള രണ്ട് വെർട്ടെക്സിന് എടുക്കുകയാണെങ്കിൽ എൻ ഓഫ് എ കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? നെയ്ബർഹുഡ് ഓഫ് വെർട്ടെക്സ് എ യൂണിയൻ നെയ്ബർഹുഡ് ഓഫ് വെർട്ടെക്സ് ബി ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് എന്താ നെക്സ്റ്റ് വരും? നമ്മൾ ഡിഗ്രിയുടെ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, നോക്കിക്കേ, ഡിഗ്രി എങ്ങനെ എഴുതുന്നേ? ഡിഗ്രി ഓഫ് വെർട്ടെക്സ് എ. നോക്കി, എ എന്ന വെർട്ടെക്സിൽ നമുക്ക് 1, 2 എഡ്ജുകളാണ് വരുന്നത്. അപ്പോൾ ഡിഗ്രി ഓഫ് എ എന്താ വരുന്നത്? 2. ഇനി അടുത്തത് ഡിഗ്രി ഓഫ് ബി നമുക്ക് എഴുതാം. ഡിഗ്രി ഓഫ് ബി അടുത്തത് ഡിഗ്രി ഓഫ് ബി വന്നപ്പോൾ നോക്കിയേ, ഇവിടെ 1, 2, 3, 4 വരുന്നുണ്ട്. അപ്പോൾ ഡിഗ്രി ഓഫ് ബി എന്ത് കിട്ടി? 4 കിട്ടി. അപ്പോൾ ഇതുപോലെ എത്ര എഡ്ജ് അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട്, ഇൻസിഡൻ്റ് ആയിട്ട് വരുന്നുണ്ടെന്ന് നോക്കുക. അതിൻ്റെ എണ്ണമായിരിക്കും നമുക്ക് എന്തായിട്ട് വരുന്നത്? ഡിഗ്രി ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒരു വെർട്ടെക്സ് ഉണ്ടോ? ജി. ഡിഗ്രി ഓഫ് ജി എന്തായിരിക്കും വരുന്നത്? 0 ആണ്. കാര്യം എന്താ? അവിടെ ഒരു വെർട്ടെക്സും ഇൻസിഡൻ്റ് ആയിട്ട് ഇല്ല. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് 2 കുഞ്ഞു പോയിന്റ്സും കൂടെ ഉണ്ട്. ഒന്ന് ഐസൊലേറ്റഡ് വെർട്ടെക്സ്. അതായത് നമ്മളിപ്പോൾ ഡിഗ്രി 0 ആയിട്ട് വരുന്ന വെർട്ടെക്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസൊലേറ്റഡ് വെർട്ടെക്സ് എന്ന് പറയുന്നത്. കണ്ടോ, ഡിഗ്രി 0 ആയിട്ട് വന്നു. അതുകൊണ്ട് ജി എന്ന വെർട്ടെക്സ് എന്താണ്? ഐസൊലേറ്റഡ് വെർട്ടെക്സ് ആണ്. ഇനി അതുപോലെ നമ്മുടെ ഡിഗ്രി ഓഫ് ഡി എന്താ വന്നിരിക്കുന്നത്? ഡി എന്ന വെർട്ടെക്സ് ഡിഗ്രി 1 ആണ്. ഇത് വെർട്ടെക്സിൽ ഡിഗ്രി 1 വരുന്ന വെർട്ടെക്സുകൾ നമ്മൾ വിളിക്കുന്നതാണ് പെൻഡന്റ് വെർട്ടെക്സ്. പെൻഡന്റ് വെർട്ടെക്സ് പേരുള്ളത് നോട്ട് ചെയ്തോണം. എന്താണ് ഐസൊലേറ്റഡും പെൻഡന്റും? ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി 0 വരുന്ന വെർട്ടെക്സ്. പെൻഡന്റ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി 1 വരുന്ന വെർട്ടെക്സ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഒരു തിയറമാണ്. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഗ്രാഫ് എന്നുള്ള കൺസെപ്റ്റിനകത്ത് നമുക്ക് ഒത്തിരി യൂസ് വരുന്ന ഒരു തിയറമാണ് ദ ഹാൻഡ് ഷേക്കിംഗ് തിയറം. നമ്മുടെ ഗ്രാഫിനകത്ത് ബേസിക് തിയറം എന്ന രീതിയിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ലെറ്റ് ജി ഇസ് ഈക്വൽ ടു സെറ്റ് വി. ഓർഡർ പെയർ വി ആണ്. ബി ആൻ അൺഡയറക്റ്റഡ് ഗ്രാഫ് വിത്ത് എം എഡ്ജസ്. നോക്കിയാൽ സ്പെസിഫൈഡ് ആണ്, എം എഡ്ജസ് ഉണ്ട്. ദെൻ 2 into m is equal to summation v element of v. ഈ v എന്താണ്? നമ്മുടെ വെർട്ടെക്സ് സെറ്റ് ആണ്. ഡിഗ്രി ഓഫ് v. അതായത് ഇപ്പം നമുക്ക് ഒരു ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫിലെ വെർട്ടെക്സുകൾ ഡിഗ്രി നമുക്ക് കണ്ടുപിടിക്കാം. ആ ഡിഗ്രികളുടെ സംബന്ധം പറയുന്നത് അത് എത്ര എഡ്ജ് ഉണ്ടോ ആ എഡ്ജസിൻ്റെ എണ്ണത്തിൻ്റെ ട്വൈസ് ആണ് എന്നാണ് നമ്മുടെ തിയറം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിക്കാം. ഒരു ഗ്രാഫ് എടുക്കാം അല്ലേ. ദിസ് ഇസ് എ, ബി, സി ആൻഡ് ഡി. ഓക്കെ, ഇപ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടി 4 എടുക്കുന്നുള്ളൂ. എയിലൊരു ലൂപ്പും കൊടുത്തേക്കാം. അപ്പം നമുക്ക് ഓരോ ഡിഗ്രി കണ്ടുപിടിക്കാം അല്ലേ. അപ്പം ഡിഗ്രി ഓഫ് എ എന്ന് തോന്നുന്നു. ഇവിടെ ഒരു എഡ്ജ് ഉണ്ട്, ഇവിടെ ഒരു എഡ്ജ് ഉണ്ട്. നമ്മൾ പറഞ്ഞത് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഡിഗ്രിക്കകത്ത് 2 കൗണ്ട് ചെയ്യണം. അപ്പോൾ 1, 2, 3 and 4. അപ്പോൾ ഡിഗ്രി ഓഫ് എ 4 ആണ്. ഡിഗ്രി ഓഫ് ബി എന്ത് വരും? ഒബ്വിയസ്ലി നമുക്കത് കാണാം, 3 ആണ്. ദെൻ ഡിഗ്രി ഓഫ് സി എന്ത് വരും? അതും 3 ആണ്. അടുത്തെന്താ? ഡിഗ്രി ഓഫ് ഡി എന്ത് വരും? അത് 2 ആണ്. ഇനി നമ്മൾ ഇതിൻ്റെ സം എടുക്കാൻ പോവാം. സം എടുക്കുമ്പോൾ എന്നിട്ടും 3 + 3 6, 4 + 2 6. 6 + 6 എത്ര വന്നു?
എത്ര വന്നേക്കുന്നത്? നമുക്ക് 12 ആണ് വന്നേക്കുന്നത്. അപ്പം സമ്മേഷൻ വി എലമെന്റ് ഓഫ് വി ഡിഗ്രി ഓഫ് വി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 4 + 3 + 3 + 2 = 12 കിട്ടി. ഇനി എം എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് എഡ്ജസ് ആണ്. നോക്കിക്കേ, 1 2 3 4 5 6 ലുപ്പും കൂടെ കൂട്ടി 6 ഉണ്ട്. എം = 6 ആണെങ്കിൽ 2m = എന്ത് കിട്ടി? 12 കിട്ടി. അപ്പം നമ്മുടെ തിയറം പ്രൂവ് ആയില്ല. നോക്കിയേ, 2m = സമ്മേഷൻ വി എലമെന്റ് ഓഫ് വി ഡിഗ്രി ഓഫ് വി. ഓക്കെ, ദെൻ ഇത് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ടെക്സ്റ്റിനുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഹൗ മെനി എഡ്ജസ് ആർ ദെയർ ഇൻ എ ഗ്രാഫ് വിത്ത് 10 വെർട്ടീസസ് ഈച്ച് ഓഫ് ഡിഗ്രി 6? തന്നേക്കുന്നത് എന്താ? ഹൗ മെനി എഡ്ജസ് ആർ ദെയർ ഇൻ എ ഗ്രാഫ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താ ഇവിടെ? നമ്പർ ഓഫ് എഡ്ജസ്, അതായത് എം ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്തെന്നാ പറഞ്ഞേക്കുന്നേ? നമ്പർ ഓഫ് വെർട്ടെക്സ് ഏതാണ്? 10 ആണ്. ഓരോ വെർട്ടെക്സിന്റെ ഡിഗ്രി എന്താ വന്നേക്കുന്നത്? ഡിഗ്രി ഓഫ് ഈച്ച് വെർട്ടെക്സ് = 6. 10 വെർട്ടെക്സ് ഉണ്ട്. അങ്ങനെ ഏത് വെർട്ടെക്സ് എടുത്താലും അതിൻ്റെ ഒക്കെ 6 വെച്ചിട്ടാണെങ്കിൽ സമ്മേഷൻ വി എലമെന്റ് ഓഫ് ഇ ഡിഗ്രി ഓഫ് ഇ എന്ത് വരും? 6 10 ടൈംസ് ആഡ് ചെയ്യുന്നില്ല. അതെന്താ? 10 × 6 വരും, 60 വരില്ലേ? 60 വരുന്നു. ഓക്കെ, ദെൻ നമ്മുടെ ഹാൻഡ് ഷേക്കിംഗ് തിയറം 2m = 60 ആണ്. അപ്പം നമ്മൾ അതിനൊന്ന് ഈക്വേറ്റ് ചെയ്യുന്നു. 2m = 60 എന്ന് കിട്ടി. വിച്ച് ഇംപ്ലൈസ് എന്താ? m = 60/2 = 30. അതായത് നമുക്ക് നമ്പർ ഓഫ് എഡ്ജസ് എത്ര ആയിരിക്കും? 30 ആയിരിക്കും വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നെക്സ്റ്റ് സെക്ഷനകത്തേക്ക് പോയേക്കാം. നെക്സ്റ്റ് വൺ. ഓക്കെ, ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറമാണ്. ആൻ അൺഡയറക്റ്റഡ് ഗ്രാഫ് ഹാസ് ഈവൻ നമ്പർ ഓഫ് ഓഡ് ഡിഗ്രി വെർട്ടീസസ്. ശ്രദ്ധിച്ച് നമ്മൾ നോക്കണം. സ്റ്റേറ്റ്മെന്റ് വളരെ ചെറുതാണ്. ഒരു അൺഡയറക്റ്റഡ് ഗ്രാഫ് ഹാസ് ഈവൻ നമ്പർ ഓഫ് വെർട്ടീസസ് ഓഫ് ഓഡ് ഡിഗ്രി. ഓഡ് ഡിഗ്രി വരുന്ന വെർട്ടെക്സുകളുടെ എണ്ണം ഈവൻ നമ്പർ ആയിരിക്കും. ഇതാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെറിയൊരു ഗ്രാഫിനകത്തൊന്ന് കാണിച്ചു തരാവേ. നമ്മൾ നേരത്തെ കണ്ട ഗ്രാഫിൻ്റെ സിമ്പിൾ തന്നെയാണ്. അപ്പം ഞാൻ പേര് എ എന്നും ബി എന്നും സി എന്നും ഡി എന്നും വിളിക്കുവാണ്. നോക്കിക്കേ, എന്താ പറഞ്ഞേ? ഡിഗ്രി ഓഫ് എ എടുത്തപ്പോൾ 3 കിട്ടി, ഡിഗ്രി ഓഫ് ബി എടുത്തപ്പോൾ 2 കിട്ടി, ഡിഗ്രി ഓഫ് സി എടുത്തപ്പോൾ 2 കിട്ടി, ഡിഗ്രി ഓഫ് ഡി എടുത്തപ്പോൾ 3 കിട്ടി. ഇവിടെ നോക്കിക്കേ, 3 ഇത് രണ്ടുമാണ് ഓഡ് നമ്പേഴ്സ്. ഈ ഓഡ് നമ്പർ വന്നത് എത്ര പ്രാവശ്യമാണ്? 2 ടൈംസ്. അതായത് ഓഡ് ഡിഗ്രി തരുന്ന വെർട്ടെക്സുകളുടെ എണ്ണം എത്രയായിരിക്കും? ഈവൻ നമ്പർ ആയിരിക്കും. ഇത് നമുക്ക് പ്രൂവൺ ആണ്. ഇത് നമ്മൾ പ്രോബ്ലത്തിൽ ചെയ്ത് കാണിച്ചു. പക്ഷെ അങ്ങനെയല്ല, നമുക്കത് ബൈ തിയററ്റിക്കലും കൂടെ പ്രൂവ് ചെയ്യണം. അപ്പം അതിന് കൺസിഡർ ചെയ്യാൻ പോകുന്നത്, നമുക്ക് 2 വെർട്ടെക്സ് സെറ്റ് ഉണ്ട്, v1 ആൻഡ് v2. R2 വെർട്ടെക്സ് സെറ്റ്. ഇതിനകത്ത് v1 എന്തായാലും എടുക്കാം നമുക്ക്. v1 സെറ്റ് ഓഫ് വെർട്ടീസസ് ഓഫ് ഈവൻ ഡിഗ്രി. സെറ്റ് ഓഫ് വെർട്ടീസസ് ഓഫ് ഈവൻ ഡിഗ്രി. v2 നമുക്ക് ഇപ്പോൾ എടുക്കാം. സെറ്റ് ഓഫ് വെർട്ടീസസ് ഓഫ് ഓഡ് ഡിഗ്രി. വേറൊന്നുമല്ല, v1-നകത്തുള്ള വെർട്ടെക്സുകളെല്ലാം ഈവൻ ഡിഗ്രി ഈവൻ തരുന്ന വെർട്ടെക്സുകളാണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ബിയും സിയും v1-നകത്ത് വരുന്നതാണ്. ബിയും സിയും നോക്കുക. അപ്പോൾ എയും ഡി എവിടെ വന്നു? v2-ൽ വന്നു. അതായത് ഈവൻ ഡിഗ്രി തരുന്ന വെർട്ടെക്സുകൾ v1-നകത്തും ഓഡ് ഡിഗ്രി തരുന്ന വെർട്ടെക്സുകൾ v2-വിനകത്തും എടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള വെർട്ടെക്സുകൾ ഡിഗ്രിയുള്ള സമ്മ് കണ്ടുപിടിക്കാം അല്ലേ? അത് കണ്ടുപിടിക്കാം. അപ്പോൾ എന്ത് വരും?
നമുക്ക് അതിൻ്റെ സം എടുക്കുമ്പം സമ്മേഷൻ വി എലമെൻറ്റ് ഓഫ് V1 ഡിഗ്രി ഓഫ് V കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ സമ്മേഷൻ വി എലമെൻറ്റ് ഓഫ് V2 എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് വെർട്ടെക്സ് സെറ്റിനകത്തെ വെർട്ടെക്സുകളാണ് റെപ്രസെൻ്റ് ഇരിക്കുന്നത്. ഡിഗ്രി ഓഫ് വിയും കണ്ടുപിടിക്കാം. അപ്പോൾ രണ്ടിടത്ത് V1-നകത്ത് V2-നകത്തെ ഡിഗ്രികളുടെ സം എടുക്കാം. ഇനി ഇതിൻ്റെ സം എടുക്കാമല്ലോ. ഇത് എന്ത് തന്നെയാണ്? ഈ രണ്ടെണ്ണത്തിൻ്റെ സം എടുത്തു, അതിൻ്റെ സം എടുത്തു. അതെന്ത് തന്നെയാണ്? നമ്മുടെ V1-നകത്തും V2-നകത്തും ആയിട്ട് നമ്മുടെ സകല വെർട്ടെക്സും ഉണ്ട്. അപ്പോൾ എന്താ, നമ്മുടെ എൻ്റെ വെർട്ടെക്സ് സെറ്റ് തന്നെയാണ് നമുക്ക് V1 യൂണിയൻ V2 കിട്ടുന്നത്. സോ അതിൻ്റെ ഡിഗ്രികളുടെ സം എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? നമ്മുടെ ഡിഗ്രി സം. ഇത് എന്തിനോട് ഈക്വലായി? നമ്മുടെ ഹാൻഡ് ഷേക്കിംഗ് തിയറത്തോട് ഈക്വലായി. അതെന്താ വരുന്നത്? 2m ആണ്. അപ്പോൾ എന്ത് കിട്ടി? 2m is equal to ഡിഗ്രി ഓഫ് V element of V1 ഡിഗ്രി ഓഫ് V പ്ലസ് സമ്മേഷൻ V element of V2 ഡിഗ്രി ഓഫ് V എന്ന് കിട്ടി. ഹാൻഡ് ഷേക്കിംഗ് തിയറമാണ് യൂസ് ചെയ്യുന്നത്. ഹാൻഡ് ഷേക്കിംഗ് തിയറം. ഓക്കെ, അപ്പോൾ നോക്കി 2m എന്നുള്ളത് എന്തായാലും എന്താ, ഒരു ഈവൻ നമ്പറാണ് അല്ലേ? ഇതൊരു ഈവൻ നമ്പറാണ്. അതുപോലെ നമ്മുടെ V1 എന്ന് പറയുന്നത് എന്താ, ഈവൻ ഡിഗ്രി വെർട്ടെക്സുകളുടെ സെറ്റാണ്. ഈവൻ നമ്പേഴ്സിൻ്റെ സമയം എന്തേ വരുള്ളൂ? ഈവനേ വരത്തുള്ളൂ. അപ്പോൾ ഇതും ഒരു ഈവൻ നമ്പറാണ്, ഇതും ഒരു ഈവൻ നമ്പറാണ്. ഇത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇതിൻ്റെ കേസ് ഇത് ഈവൻ നമ്പർ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഈവൻ നമ്പർ ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്താ വരുന്നേ? എങ്ങനെ ചെയ്യണം? ഓക്കെ, ഇവിടെ നോക്കി 2m ഒരു ഈവൻ നമ്പർ മൈനസ് വേറൊരു ഈവൻ നമ്പർ ചെയ്യുവാണെങ്കിൽ എന്താ കിട്ടുന്നത്? ഒരു ഈവൻ നമ്പർ തന്നെയല്ലേ കിട്ടുള്ളൂ. നമുക്ക് സമ്മേഷനിൽ ഒന്ന് എടുത്തു വയ്ക്കാൻ മതി. ഈവൻ നമ്പർ പ്ലസ് ഈവൻ നമ്പർ ചെയ്യുമ്പം നമുക്ക് ഈവൻ നമ്പർ കിട്ടും. ഓഡ് നമ്പർ പ്ലസ് ഓഡ് നമ്പർ ചെയ്യുമ്പോഴും നമുക്ക് ഈവൻ നമ്പർ കിട്ടും. ഓഡ് പ്ലസ് ഈവൻ ചെയ്ത് നമുക്ക് എന്താ കിട്ടുള്ളൂ? ഓഡ് നമ്പറേ കിട്ടുള്ളൂ. അപ്പം നമുക്ക് നോക്കിക്കേ, ഇതും ഒരു ഈവൻ നമ്പർ ആണ്, ആൻസർ ഒരു ഈവൻ നമ്പർ ആണ്. അപ്പം ക്ലിയർലി എന്താകണം? ഈ സമ്മേഷനും ഈവൻ നമ്പർ ആകണം. അതിൻ്റെ മീനിങ് എന്താ? സമ്മേഷൻ V element ഓഫ് V2 ഡിഗ്രി ഓഫ് V ഇത് ഈവൻ നമ്പർ ആകണം. ഈ V2-നകത്തെ വെർട്ടെക്സുകളുടെ എല്ലാം ഡിഗ്രി ഓടാണ്. ഓഡ് നമ്പേഴ്സിൻ്റെ സം ഈവൻ ആകണമെങ്കിൽ എങ്ങനെ വരണം? ഓഡ് നമ്പേഴ്സിൻ്റെ സം ഈവൻ ആകണമെങ്കിൽ അത് ഈവൻ ടൈംസ് ആയിരിക്കണം ആഡ് ചെയ്യുന്നത്. അതായത് ഇവിടെ നമ്മൾ എടുക്കുന്ന നമ്പേഴ്സിൻ്റെ എത്ര ആഡ് എടുക്കുന്നുള്ളൂ. അപ്പം 1 + 2 + 3 എന്നുള്ള ആ കൗണ്ടിൽ ആഡ് എടുക്കുന്ന കൗണ്ട് എന്തായിരിക്കണം? ഈവൻ നമ്പർ ആയിരിക്കണം. വിച്ച് മീൻസ് ഇതും ഒരു ഈവൻ നമ്പറാണ്. എങ്ങനെ? ഈവൻ നമ്പേഴ്സ് ആഡ് ചെയ്യുന്നു. ഓഡ് ഡിഗ്രിയുടെ ഈവൻ നമ്പേഴ്സ് നമുക്കിവിടെ ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടി? ഈവൻ നമ്പേഴ്സ് ആണ് നമുക്ക് എന്ത് വരുന്നത്? ഓഡ് ഡിഗ്രി വെർട്ടിക്സ് കിട്ടുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. ഇനി നമ്മൾ ഡയറക്റ്റഡ് ഗ്രാഫിലേക്കാണ് പോകുന്നത്. വെൻ UV എങ്ങനെ നമ്മുടെ ഡയറക്റ്റ് ഗ്രാഫിനകത്ത് എന്താ? UV എന്ന് പറഞ്ഞാൽ ഒരു എഡ്ജ് ആണ്. ഈസ് ആൻ എഡ്ജ് ഓഫ് ദ ഗ്രാഫ് G വിത്ത് ഡയറക്റ്റഡ് എഡ്ജസ്. ഡയറക്റ്റഡ് എഡ്ജ് ആണ് UV, നമ്മുടെ ഡയറക്റ്റഡ് എഡ്ജ് ആണ്. U ഈസ് സെറ്റ് ടു ബി adjacent to V and V is said to be adjacent from U. Okay, U is said to be adjacent to V. Adjacent to U is said to be എന്ന് പറഞ്ഞാൽ യുവിനെ adjacent to V എന്നും വിനെ adjacent from U എന്നുമായിരിക്കും വിളിക്കുന്നത്. അപ്പം UV എന്നുള്ള നമുക്ക് ഒരു എഡ്ജ് ആയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിക്കേ. U V ഡയറക്ഷൻ ഉണ്ട്. യുവിൽ സ്റ്റാർട്ട് ചെയ്ത് വിയിലേക്ക് പോകുന്നു. ആഡ്ജസെന്റ് ടു V. U is said to be adjacent to V. വിയിലേക്ക് അഡ്ജസെന്റ് ആകുന്നു. അടുത്ത തന്നെ V എന്താ പറയുന്നത്? ആഡ്ജസെന്റ് ഫ്രം യുവിൽ നിന്ന് ആഡ്ജസെന്റ് ആണ് എന്ന രീതിയിലാണ് പറയുന്നത്. ഓക്കെ, ദ വെർട്ടെക്സ് U ഈസ് കോൾഡ് ഇനിഷ്യൽ വെർട്ടെക്സ്. U ഇനിഷ്യൽ വെർട്ടെക്സ് ആൻഡ് V ഈസ് ദ
terminal or end vertex. Okay, the initial vertex and terminal vertex of a loop are the same. മനസ്സിലാകുമല്ലോ, ലൂപ്പ് വരച്ച് കഴിഞ്ഞാൽ ഇനിഷ്യൽ ടെർമിനലൊക്കെ സെയിം ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചോദിച്ചൊരു ഗ്രാഫ് വരച്ച് ഇതൊന്ന് നോക്കിയേക്കാവല്ലേ. എ ബി സി ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് നോക്കുക. അതിപ്പോൾ നോക്കിയേ, എ ഇസ് ഇനിഷ്യൽ വെർട്ടെക്സ്, എ ബി എന്നുള്ള എഡ്ജ് എടുക്കുവാണെങ്കിൽ എ ഇനിഷ്യൽ വെർട്ടെക്സും ബി ടെർമിനൽ വെർട്ടെക്സും ആണ്. അടുത്ത ഏതാ, എ സി എന്നുള്ള എഡ്ജ് എടുക്കുവാണെങ്കിൽ എ ഇനിഷ്യൽ വെർട്ടെക്സും സി ടെർമിനൽ വെർട്ടെക്സും ആണ്. അടുത്തത് സി ബി എന്നുള്ള എഡ്ജ് എടുക്കുവാണെങ്കിൽ സി ഇനിഷ്യൽ വെർട്ടെക്സും ബി എന്തായി ടെർമിനൽ വെർട്ടെക്സും ആണ്. ഇനിയിപ്പോൾ നമുക്ക് ലൂപ്പ്, ബിയിൽ ലൂപ്പ് ഉണ്ടെന്ന് നോക്കുക, എന്ത് വരും, ബി ബി എന്നായിരിക്കും വരുന്നത്, രണ്ടും സെയിം ആയിരിക്കും. ഓക്കെ, then next, in a graph with directed edges, the in degree of a vertex denoted by dg of negative v is the number of edges with v as their terminal vertex. v terminal vertex ആയിട്ട് വരുന്ന എഡ്ജുകളുടെ എണ്ണമാണ് ഇൻ ഡിഗ്രി ഓഫ് വി എന്ന് പറയുന്നത്. ഇനി ഔട്ട് ഡിഗ്രി ഓഫ് വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഗ്രി ഓഫ് പ്ലസ് വി എന്നാണ് കൊടുക്കുന്നത്. അത് നമ്പർ ഓഫ് എഡ്ജസ് വിത്ത് വി ആസ് ദ ഇനിഷ്യൽ വെർട്ടെക്സ്. അതായത് ഇൻ ഡിഗ്രി എന്ന് പറയുമ്പം വി ടെർമിനൽ വെർട്ടെക്സ് ആയിട്ടും വരണം, ഔട്ട് ഡിഗ്രി എന്ന് പറയുമ്പം വി ഇനിഷ്യൽ വെർട്ടെക്സ് ആയിട്ടും വരണം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് ഒരു ചെറിയ ഗ്രാഫ് വരച്ചേക്കാം. വരച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആകുമല്ലോ. ഓക്കെ, എ ബി സി ആൻഡ് ഡി. ഓക്കെ, ഇതാണ് നമ്മുടെ ഗ്രാഫ്. നമ്മൾ ഇൻ ഡിഗ്രിയും ഔട്ട് ഡിഗ്രി എടുക്കുന്നത്. ഇൻ ഡിഗ്രി എന്താ വരുന്നത്, പ്ലസ് സൈനാണ് വരുന്നത്. ഔട്ട് ഡിഗ്രി എന്താ വരുന്നത്, നെഗറ്റീവ് സൈനാണ്. ഓക്കെ, ഔട്ട് ഡിഗ്രിക്ക് പോസിറ്റീവ് സൈനാണ് വരുന്നത്. ഇൻ ഡിഗ്രി ഡി ജി മൈനസ് ഓഫ് എ, അടുത്ത തന്നെ ഡി ജി മൈനസ് ഓഫ് ബി, ഡി ജി മൈനസ് ഓഫ് സി, ഡി ജി മൈനസ് ഓഫ് ഡി. ഇതെല്ലാം എന്താ വന്നേക്കുന്നത്, ഇൻ ഡിഗ്രീസ് ആണ്. ഇൻ ഡിഗ്രിക്കകത്ത് എന്താ വരുന്നത്, ഓക്കെ, വി എന്തായിട്ട് വരണം, വി ടെർമിനൽ വെർട്ടെക്സ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് എയുടെ കാര്യത്തിൽ എന്താ, എ ടെർമിനൽ വെർട്ടെക്സ് ആയിട്ട് വരണം. എ ടെർമിനൽ വെർട്ടെക്സ് ആകുന്ന എവിടെയാ, ബി എ എന്നുള്ള നമ്മുടെ എഡ്ജിൽ മാത്രമാണ് എ എന്താകുന്നത്, എ ടെർമിനൽ വെർട്ടെക്സ് ആകുന്നത്. അപ്പോൾ നമുക്ക് എന്തേ വരുള്ളൂ, 1 വരുള്ളൂ. അടുത്ത് നോക്കിയേ, ബി, ഇതാണ് ബി. ബി ടെർമിനൽ വെർട്ടെക്സ് ആകുന്ന എവിടെയാ, എ ബിയിലാണ്. അപ്പോൾ അവിടെ എന്താ വന്നുള്ളൂ, 1. ഇനി സി നോക്കിക്കേ, സിയിൽ സി ടെർമിനൽ വെർട്ടെക്സ് ആകുന്നു, ബി സിയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ, അവിടെയും 1. ഇനി ഡിയിൽ നോക്കി, ഡിയിൽ ലൂപ്പ് ഉണ്ട്, എ ഡിയിൽ നിന്നുണ്ട്, സി ഡിയിൽ നിന്നുണ്ട്. അപ്പോൾ എന്ത് വന്നു, 3. നമുക്ക് ഔട്ട് ഡിഗ്രി നോക്കിയേക്കാം. അപ്പോൾ എന്താകണം, വി ഇനിഷ്യൽ വെർട്ടെക്സ് ആകണം, ഡിഗ്രി ഓഫ് പ്ലസ് എ ഡി ജി പ്ലസ് ബി ഡി ജി പ്ലസ് സി ഡിഗ്രി ഓഫ് പ്ലസ് ഡി. ഓക്കെ, വേഗം നോക്കി, എ ഇനിഷ്യൽ വെർട്ടെക്സ് ആകണം. നോക്കിയേ, എ ബിയുടെയും എ ഡിയുടെയും ഉണ്ട്, അപ്പോൾ 2 എണ്ണം. അടുത്ത നോക്കിയേ, ഇനി ബി, ബി ആരുടെയൊക്കെ ഇനിഷ്യൽ വെർട്ടെക്സ് ആകുന്നത്, ഒന്ന് ബി എയുടെ, അടുത്ത ബി സിയുടെ, അവിടെയും 2 കിട്ടി. ഇനി സി നോക്കിക്കേ, സി എവിടെ മാത്രമേ ഉള്ളൂ, സി ഡിയുടെ മാത്രമേ ഉള്ളൂ, അപ്പോൾ 1. ഇനി ഡി നോക്കിക്കേ, ഡി ഇനിഷ്യൽ വെർട്ടെക്സ് ആകുന്നത് എവിടെയാ, ലൂപ്പിൻ്റെ മാത്രമല്ലേ ഉള്ളൂ, അല്ലേ, നോക്കിക്കേ, ലൂപ്പിന് മാത്രമേ ഉള്ളൂ, അപ്പം 1. ഇതാണ് നമ്മുടെ ഇൻ ഡിഗ്രിയും ഔട്ട് ഡിഗ്രിയും വരുന്നത്. ഓക്കെ, ഇത് നമ്മളൊരു ചെറിയൊരു തെളിവാണ്. നമുക്കൊരു ഗ്രാഫ് വെച്ച് ഈസി ആയിട്ട് പറയാവുന്നതാണ്. പക്ഷെ നമ്മളൊരു ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്തിട്ട് ആ ഗ്രാഫ് വെച്ചിട്ടായിരിക്കും നമ്മളിത് ചെയ്യുന്നത്. തിയറി ഇതാണ്, ലെറ്റ് ജി ഈസ് ഈക്വൽ ടു,
നമ്മുടെ വെർട്ടെക്സ് സെറ്റ് ആൻഡ് എഡ്ജ് സെറ്റിൻ്റെ ഓൾറെഡി പേരാണ് വരുന്നത് ബി എ ഗ്രാഫ് വിത്ത് ഡയറക്റ്റഡ് എഡ്ജസ്. ദെൻ നമ്മുടെ ഇൻ ഡിഗ്രിയുടെ സം ഈക്വൽ ടു ഔട്ട് ഡിഗ്രിയുടെ സം ഈക്വൽ ടു എഡ്ജ് സെറ്റിൻ്റെ കാർഡിനാലിറ്റി എന്നാണ് വരുന്നത്. ഓക്കെ, നമുക്കൊരു ഗ്രാഫ് വരച്ചേക്കാം. അത്യാവശ്യം വലിയൊരു ഗ്രാഫ് നമുക്ക് വരച്ചിട്ടുണ്ട്. സോ നമുക്കിനി നെയിംസ് കൊടുക്കുകയാണ്. ഇത് എ എന്നുള്ള വെർട്ടെക്സ്, ഇത് ബി, ഇത് സി, ഡി, ഇ ആൻഡ് ഹിയർ ദിസ് വൺ ഈസ് എഫ്. ഇനി നമുക്ക് ഡയറക്ഷൻസ് കൊടുത്തേക്കാം. ഓക്കെ, നമ്മൾ ഡയറക്ഷൻസിൻ്റെ കാര്യത്തിൽ ക്ലിയർ ആയിരിക്കണം, അതർവൈസ് പണി കിട്ടും. ഓക്കെ, ഐ തിങ്ക് ഇപ്പോൾ നമുക്ക് ഗ്രാഫ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? എല്ലാത്തിൻ്റെ ഇൻ ഡിഗ്രി ഔട്ട് ഡിഗ്രിയും കണ്ടുപിടിക്കണം അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിപ്പം എഫ് വരെയാണുള്ളത്. ഇപ്പോൾ അതിനകത്ത് എഴുതുവാണേ. K degree minus of E dg minus of F. ഓക്കെ, ഇത് പെട്ടെന്ന് എല്ലാവരും ആൻസർ ചെയ്തേ. കാര്യം ഇതിപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കണ്ടു കഴിഞ്ഞു. ആൻസർ ജസ്റ്റ് ഒന്ന് ചെയ്ത് നമുക്കൊന്ന് വെരിഫൈ ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഒത്തിരി വരച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഓൾറെഡി കണ്ടുപിടിക്കാൻ അറിയാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആൻസേഴ്സിലേക്ക് പോകാം. എയുടെ എന്ത് വരും? എക്ക് എന്താ വരുന്നത്? എക്ക് ഇൻ ഡിഗ്രി വരുന്നത് 2 ആണ്, ബിക്കും 2 ആണ്, സിക്ക് 3, ഇഗെയിൻ ഡിക്ക് 2, ഇക്ക് 3, എഫിന് ചില കാര്യം എന്താ എഡ്ജസ് ഒന്നുമില്ല. അതുപോലെ ഔട്ട് ഡിഗ്രി നോക്കുമ്പോൾ എക്ക് 4, ബിക്ക് 1, സിക്ക് 2, അഗെയിൻ ഡിക്ക് 2, ഇക്ക് 3, എഫിന് 0. നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്നുള്ളൂ, നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇനി നമുക്കിതിൻ്റെ സം ഒന്ന് എടുത്താലോ? ഓക്കെ, നമ്മളിതിൻ്റെ സം ഒന്ന് എടുക്കുവാണേ. ഡിഗ്രീസ് ഇതെന്താ? സമ്മേഷൻ വി എലമെൻറ്റ് ഓഫ് വി ഇൻ ഡിഗ്രീസിൻ്റെ സമ്മ. ഇവിടെ summation v element of v plus v out ഡിഗ്രിയുടെ സം. നോക്കിക്കേ, 2 + 2 4, 4 + 2 6, 6 + 6 12. ഇവിടെ 4 + 1 5, 5 + 3 8, 8 + 4 12. അപ്പോൾ ഇൻ ഡിഗ്രി ഔട്ട് ഡിഗ്രിയുടെയും സമ്മ സെയിം ആയിട്ട് കിട്ടി. ഇനി ഇതിനാണോ നമ്മുടെ എഡ്ജ് സെറ്റിൻ്റെ കാർഡിനാലിറ്റി, അതായത് എം എന്നുള്ള വാല്യൂ എന്നും കൂടെ ചെക്ക് ചെയ്യണം. അത് നമ്മൾ എന്ത് ചെയ്യണം? എണ്ണണം അല്ലേ? ഇവിടെ വന്നിട്ട് 1 2 3 4 5 6 7 8 9 10 11 12. എക്സാക്ട്ലി സെയിം. എന്താ? കാർഡിനാലിറ്റി ഓഫ് ഇ ഈസ് ഈക്വൽ ടു 12 കിട്ടി. 3 വാല്യൂം 12 കിട്ടി. സോ നമ്മുടെ തിയറം നമ്മൾ പ്രൂവ് ചെയ്തു. element of v in degree equal to summation v element of v out degree equal to cardinality of e. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് അസൈൻമെൻ്റ് ഉണ്ട്. അസൈൻമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രാഫ് വരയ്ക്കണം. ആ ഗ്രാഫ് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ
തന്നിട്ടുണ്ട്. അതിൻ്റെ പിക്ക് ഞാൻ നിങ്ങളുടെ അസൈൻമെൻറ്റ് സെക്ഷനകത്ത് ഇടുന്നതായിരിക്കും. ആ തന്നിരിക്കുന്ന ഗ്രാഫിൻ്റെ ഗ്രാഫാണ്. അതിൻ്റെ ഇൻ ഡിഗ്രിയും ഔട്ട് ഡിഗ്രീസും കണ്ടുപിടിച്ച് അത് രണ്ടും സെയിം ആണെന്ന് ഇപ്പോൾ ചെയ്ത പോലെ വെരിഫൈ ചെയ്യണം. ഓക്കെ, താങ്ക് യു.